അഫ്ഗാൻ, മ്യാൻമർ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നേപ്പാൾ. ഇനി അടുത്തത് ആരാണ്? ഇന്ത്യ എന്നാണ് പലരും സോഷ്യൽ മീഡിയ വഴി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പാശ്ചാത്യ ശക്തികളും ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളും. വർദ്ധിച്ചു വരുന്ന ഈ കുഴപ്പങ്ങളും അസ്ഥിരയുള്ള അയൽപ്പക്കവും. എന്നിരുന്നാൽ പോലും ഇന്ത്യ ആകട്ടെ വളരെ ശക്തവും സ്ഥിരതയുമുള്ള ഒരു ജനാധിപത്യ ശക്തിയായി തുടരുന്നത് പലർക്കും കണ്ണുകടിയായി മാറുകയാണ്. സമീപകാലത്ത് ദക്ഷിണേഷ്യ രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങളുടെ ഒരു കേന്ദ്രമായി തന്നെ മാറിയ കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും അണുവിട ചലിക്കാതെ ആ സ്ഥിരത മാത്രമല്ല, കൂടുതൽ ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് ഇന്ത്യ കുതിച്ചു ചാടുന്നത് എന്തുകൊണ്ടാണ്? 11 വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചാൽ അത് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യക്ക് നൽകാനുള്ള മറുപടി. ഇന്ത്യയുടെ അയൽക്കാർ പ്രതിഷേധങ്ങളെ തുടർന്നുള്ള ഭരണമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ആകട്ടെ സ്ഥിരതയാർന്ന വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. നേപ്പാളിൽ 1ഉം 2ഉമല്ല 8ഓളം പ്രധാനമന്ത്രിമാരാണ് മാറി മാറി വന്നത്. തൊട്ടു പിന്നാലെ മറ്റ് രാജ്യങ്ങൾ പരിശോധിക്കുമ്പോഴും എത്രത്തോളം മാറ്റങ്ങൾ അവിടെ ഉണ്ടായി, അസ്ഥിരമായ ഭരണ നേതൃത്വം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2025 സെപ്റ്റംബർ 9 ജൻസി പ്രക്ഷോഭത്തിലൂടെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച് നേപ്പാൾ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇന്ത്യയിൽ ശരിക്കും ഇനി എന്താണ് സംഭവിക്കുക? അതിർത്തി അശാന്തമായിരിക്കുമ്പോൾ ഇന്ത്യക്ക് ഏതു തരത്തിലുള്ള ഭീഷണിയാണ് ഉയരുന്നത്? വളരെ വ്യക്തമായി തന്നെ, വിശദമായി തന്നെ പരിശോധിക്കാം. കഷ്ടിച്ച് കേവലം 3 ദിവസം മാത്രം നീണ്ടുനിന്ന പ്രതിഷേധത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലി സ്ഥാനഭ്രഷ്ടനായത്. രാജിവെച്ചു എന്നുള്ളത് മാത്രമല്ല, ശർമ്മ ഒലിയെ അടിച്ചോടിക്കാൻ യുവാക്കൾ നയിച്ച ജൻസി പ്രക്ഷോഭം ലോകത്താകമാനം ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹം ദുബായിലേക്കാണ് ഒളിച്ചോടിയത്. ഏതൊരു രാജ്യത്തിൻ്റെയും ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി കണക്കാക്കുന്നത് പാർലമെന്റ് മന്ദിരമാണ്. പക്ഷേ ഇവിടെ പ്രക്ഷോഭകർ തീയിട്ട് തുടങ്ങിയത് തന്നെ പാർലമെന്റ് മന്ദിരത്തിന് നേർക്കാണ്. അവിടെ ജനാധിപത്യ സർക്കാരിനെ കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ള സന്ദേശം ലോകത്താകമാനം നൽകുകയായിരുന്നു ജൻസി. ഈ അട്ടിമറിക്ക് പിന്നിൽ യുവാക്കൾ മാത്രമാണോ? ആഭ്യന്തര വിഷയങ്ങളല്ലാതെ മറ്റ് പാശ്ചാത്യ ശക്തികൾക്ക് കൃത്യമായൊരു വേരോട്ടം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഈ സംശയം പലരും ചോദിക്കുന്നുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങളാണ് ഇതിന് കാരണമെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. CIA-യുടെയും ISI-യുടെയും ഒക്കെ പങ്ക് സംശയിക്കുന്നവരുണ്ട്. തീർച്ചയായും ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഒരു പരിധിവരെ വൈദേശിക സഹായം, ഇടപെടലുകൾ ഇതൊക്കെ തന്നെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയായി തന്നെ മാറുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള കളമൊരുങ്ങിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആ രാജ്യത്തുള്ള അരാജകത്വം തന്നെയായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയം കൂടിയായിരുന്നു. അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളുടെ നാഡീസ്പന്ദനം പോലും മനസ്സിലാക്കാതെ ദന്തഗോപുരങ്ങളിൽ ആനന്ദ ജീവിതം നയിക്കുന്ന ഏതൊരു സർക്കാരിനും ഏതൊരു ഭരണാധികാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയായി തന്നെ ഇതിനെ നമുക്ക് നോക്കിക്കാണാം. അതുകൊണ്ട് തന്നെയാണ് 11 വർഷമായ സ്ഥിരമായ വളർച്ച ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന അഴിമതികളും അരാജകത്വവും ഒക്കെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ജനക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നയിക്കണമെന്നും ലോകം ഇന്ന് ഇന്ത്യയെ നോക്കിക്കണ്ട് പഠിക്കുന്നു. ഇല്ലായെങ്കിൽ നേപ്പാളിൻ്റെ അവസ്ഥ 190 രാജ്യങ്ങൾക്കും സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേപ്പാളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധികൾ, അഴിമതി ആരോപണങ്ങൾ, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ, അങ്ങനെയൊക്കെയുള്ള അഴിമതിക്കാരെ പുറത്താക്കാൻ വേണ്ടി യുവാക്കൾ തന്നെ നേരിട്ടിറങ്ങി നടത്തിയ ഇത്രയും കാലത്തെ അവരുടെ അസഹിഷ്ണുത തന്നെയാണ് നമുക്ക് വെളിവായത്. അതിലൂടെ ഭരണമാറ്റമുണ്ടായി. അക്രമം, ജനാധിപത്യ തകർച്ച, സാമ്പത്തിക തിരിച്ചടി എന്നിവയ്ക്കൊക്കെ തന്നെ കാരണമായി ഈ അക്രമാസക്ത പ്രതിഷേധങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ജനാധിപത്യ ശക്തിയായി ഇന്ത്യ ഈ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിലും ദുരന്തങ്ങൾക്കിടയിലും നട്ടല് വളയ്ക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ഇന്ത്യയുടെ വലിപ്പം, ജനസംഖ്യ, പ്രാദേശിക, മത, സാമൂഹിക, രാഷ്ട്രീയ, ഭാഷാ വൈവിധ്യങ്ങളൊക്കെ നാനാത്വത്തിൽ ഏകത്വമെന്ന് നാം പറയുന്നത് പോലെ വിപുലമായ ഒരു ഭൂപ്രകൃതിയുള്ള ഇന്ത്യ ശ്രദ്ധേയമായ ജനാധിപത്യ സ്ഥിരത അതുപോലെ തന്നെ നിലനിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അഭിമാനം കൊള്ളേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഓരോ ഭാരതീയരും. ഇന്ത്യയിൽ സ്ഥിരതയുള്ളതും പ്രവർത്തിക്കുന്നതും ഒരു ജനാധിപത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായി 3 തവണയും അധികാരത്തിലെത്തുന്ന ജനപ്രിയ പ്രധാനമന്ത്രിയായ ഒരാൾ മാറുന്നു. മറ്റൊരു രാഷ്ട്രത്തിലും സംഭവിക്കാത്തത്. സ്വതന്ത്ര മാധ്യമവും സ്വതന്ത്ര സോഷ്യൽ മീഡിയയും ഇന്ത്യയിൽ നിലവിലുണ്ട്. ആർക്കും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് കടക്കുമ്പോൾ അതിന് കൂച്ചുവിലങ്ങാനും കൃത്യമായി ഇന്ത്യ ശ്രമിക്കും.
ആഭ്യന്തര സ്ഥിരത ആസ്വദിക്കുക എന്നത് മാത്രമല്ല ഭാരതം ചെയ്യുന്നത്. ആഗോള ദക്ഷിണേന്ത്യയുടെ തന്നെ നേതാവായി ഇന്ത്യ മാറുന്നു. ലോക നേതാക്കളിൽ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വാക്കിന് വേണ്ടി, ഇന്ത്യയുടെ നിലപാടിന് വേണ്ടി കാതോർക്കുന്നത് നമുക്ക് പല യുദ്ധഘട്ടങ്ങളിലും കാണാൻ സാധിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, പ്രതിരോധ ശക്തി, വൻ വിപണി സാധ്യതകൾ എന്നിവ ഒക്കെ തന്നെ ലോകത്ത് ആകർഷണീയമായ ഒരു സ്ഥാനം ഇന്ത്യക്ക് നേടിക്കൊടുത്തു. ഇനി പ്രതിരോധ മേഖലയിലാകട്ടെ, ഇത്രയും കാലം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ഇന്ത്യയെ ആശ്രയിക്കുന്ന രാഷ്ട്രങ്ങളെ ക്യൂവിൽ നിർത്താനായി സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ആക്രമിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതിനുള്ള മറുപടിയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏറ്റവും ഒടുവിലായി ഇന്ത്യ കരുത്തുകാട്ടിയിരുന്നു. വിദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയുള്ള ഭരണമാറ്റ പ്രവർത്തനങ്ങളും അക്രമാസക്തമായ വൻ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും തന്നെ ഇന്ത്യക്ക് ഇതുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയുടെ ശത്രുക്കൾ അത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണെന്നുള്ള ബോധ്യം ഇന്ത്യക്കുണ്ട്. 19 യുവ പ്രതിഷേധക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം അതുതന്നെയാണ് നേപ്പാളിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്, കൂടുതൽ വേഗത്തിലാക്കിയതും. അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മാരകമായ അടിച്ചമർത്തലുകളിലൊന്നായിരുന്നു പ്രധാനമന്ത്രി KP ശർമ്മ ഒലി നേപ്പാളിൽ കാട്ടിയത്. ശർമ്മ ഒലിയുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് കാരണമായി മാറി. അദ്ദേഹത്തിൻ്റെ ഭക്തപൂർ വസതിക്ക് തീയിട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം അവർ കാട്ടിയത്. നേപ്പാൾ സർക്കാർ നിയോഗിച്ച രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും അടക്കം 26ഓളം സമൂഹ മാധ്യമങ്ങളെ സെപ്റ്റംബർ 4-ാം തീയതി നിരോധിച്ചു. ഇതുതന്നെയാണ് പ്രക്ഷോഭത്തിന് പ്രധാന കാരണം. ഒരു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അവിടെ പ്രചരിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ അനുസരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉറപ്പായും ചോദിക്കാം. പക്ഷേ അതായിരുന്നില്ല സർക്കാരിൻ്റെ മുഖപത്രമായി, മൗത്ത്പീസായി ഇത് മാറണമെന്ന നിർബന്ധമായിരുന്നു അവിടെ ഉള്ളത്. സർക്കാരിൻ്റെ നയപരിപാടികൾ അവർ പ്രചരിപ്പിക്കണം. ഇത് നിബന്ധനയാക്കി തന്നെ മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. സർക്കാരിൻ്റെ അഴിമതിയും മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ധൂർത്തും മറ്റും വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ സാധാരണ ജനങ്ങൾ, അതായത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന ആ രാജ്യത്തെ യുവജനങ്ങൾ അതെടുത്തു കാട്ടി. സർക്കാരിന് ഇത് മനസ്സിലായി. അവരുടെ വികൃത മുഖം ലോകത്തിന് മുന്നിലെത്തും എന്ന് മനസ്സിലാക്കിയതോടെ അത് തടയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. You